എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മഴയൊക്കെ പ്രമാണിച്ച് ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസം നിന്നപ്പോഴത്തേനും മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇനി കാണാൻ പോണേ. ഫുള്ള് ഇലകളൊക്കെ വീണ് മിറ്റെല്ലാം നാശമായി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ചാറുന്നുണ്ട്. അപ്പം അതിൻ്റെ ക്ലീനിങ്ങും പിന്നെ ഒരു വീടിൻ്റെ ക്ലീനിങ്ങൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി. നിച്ച് നല്ല പണിയിലാണല്ലോ. ക്ലീനിങ് മാമൻ എന്താ കാണിക്കണേ? മഴ പെയ്തപ്പോഴത്തേന് എന്താ അവസ്ഥ അല്ലേ? എല്ലാരും നല്ല പണിയിലാണല്ലോ. ചെടിച്ചട്ടിയൊക്കെ വെള്ളം കയറി. മാമി എന്താ പരിപാടി? പണി കിട്ടി. മഴ പെയ്ത് കുറച്ച് ദിവസം മാറി ഇന്നപ്പത്തേന് വീട് ഫുള്ള് അലങ്കോലായി. അപ്പോൾ മിറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യം അവരേറ്റെടുത്ത്, അച്ഛനൊക്കെ ഏറ്റെടുത്ത്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് തെന്നി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരിങ്ങനെ തകൃതിയായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുറ്റത്തെ ഇലകളൊക്കെ കളയുന്ന, പായലൊക്കെ അടിച്ച് കളയുക, അങ്ങനത്തെ പരിപാടികളും. അപ്പോൾ ചെടിച്ചട്ടികളൊക്കെ വെള്ളം ചാടുന്ന സൈഡിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെള്ളം ചാടി ഒരു അലമ്പായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മഴവെള്ളം ചാടാത്ത സ്ഥലത്തേക്കൊക്കെ മാറ്റി വെക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് വീടും റൂമൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ട് ഫുള്ള് മാറാലയായിരുന്നു കേട്ടോ. റൂമിലും ഹോളിലും എല്ലായിടത്തും നിറച്ച് മാറാലയും പിന്നെ ചെറിയ പൂപ്പൽ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എല്ലുകളൊക്കെ ചിറകൊക്കെ പൊഴിച്ചിട്ടിട്ട് അതിൻ്റെ ചിറകുകൾ അങ്ങനത്തെ കുറേ ഇതായിട്ട് വീടിൻ്റെ അകവും ഇങ്ങനെ അലമ്പായി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യാനൊക്കെ. അങ്ങനെ ഞാൻ നിച്ചു എല്ലാവരും കൂടി അകത്തെ കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ പുറത്ത് അവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അകത്ത് കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നിച്ചു ആണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കൂടെ ഇടയ്ക്ക് എന്നെ സഹായിക്കും, പിന്നെ അതിലേ ഓടി നടക്കും. അപ്പം TV ഇടാൻ വേണ്ടിയിട്ട് വന്ന് പറയുകയാണ് അവൾ. അപ്പോൾ ആണെങ്കിൽ TV ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി റീചാർജ് ചെയ്യണം, എന്നിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ വീടിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മഴ പെയ്തിട്ട് ഇങ്ങനെ മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടോ? എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം പിന്നെ എല്ലായിടത്തും മഴ കുറഞ്ഞ് വരുന്നുണ്ട്. എല്ലാവരുടെ വീട്ടിലും എങ്ങനെയാണ് മഴയൊക്കെ? അപ്പോൾ വീട് വിട്ട് പോയിട്ട് തിരിച്ച് വന്നാൽ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ ഇനിയും നല്ല മഴ വരും. അപ്പോൾ ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല മഴ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ മാറേണ്ടി വരും. വീണ്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരുവിധം വീടിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ പായലൊക്കെ ഉണ്ടായിരുന്നു പുറത്തുള്ള സ്റ്റെപ്പിൻ്റെ അതിലൊക്കെ. പിന്നെ മഴ ആയതുകൊണ്ട് നല്ല അട്ടയാണ് കേട്ടോ ഇവിടെയൊക്കെ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ അട്ടകളുണ്ടോ? അട്ടേനൊക്കെ ആരെങ്കിലുമൊക്കെ കാണാത്തവരുണ്ടോ, കണ്ടവരുണ്ടോ? എല്ലാവരും കമൻറ്റ് അയക്കണം കേട്ടോ. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ അത് പോകുമെന്ന് പറഞ്ഞിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ വീടിന് ചുറ്റും ഇട്ടേക്കാണ് കേട്ടോ. പിന്നെ ആ ഗ്യാപ്പിൽ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ മാങ്ങയൊക്കെ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊക്കെ അതിനിടയ്ക്ക്